വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്. ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക. നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ, കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല. മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല. ഹിറ്റ്ലറുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അയാള് ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു. അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിന്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു. അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്ത ഒരു CPM ഉണ്ടായി വന്നു. അത് വാസ്തവത്തിൽ അതിന്റെ ദീർഘപ്രക്രിയയൊക്കെ ഉണ്ട്. ഇപ്പൊ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതോ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, VS അച്യുതാനന്ദന്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഈ പിണറായി വിജയനെ എന്താണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല. എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ 1989 ശേഷമാണ്. 1989 മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് 89 ഡിസംബറിലോ എന്നാൽ 90 മാത്രമേ വരുള്ളൂ. ഇത്രയും കൊല്ലം കൊണ്ട്. അതാണ് നേരെ മറിച്ച് ഈ പറയുന്ന ഈ പത്രക്കാര് തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയർ ആയിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക ലോകം, കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് അങ്ങനെയാണല്ലോ പഴയ ഭാഷയിൽ പറയാം, ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറി തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടത്.